തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന് സമീപത്തും വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. നന്ദൻകോട് ജംഗ്ഷനിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. പട നയിച്ചവൻ നാട് നയിക്കുമെന്നും നിലപാടുകളുടെ രാജകുമാരന്റെ അഭിവാദ്യങ്ങളെന്നും ഫ്ലെക്സിലുണ്ട്. സുനുഷ ഏലൂരുണ്ട്. സുനുഷ ഏലൂർ, അങ്ങ് കണ്ണൂർ മുതൽ തിരുവനന്തപുരത്ത് നന്ദൻകോട് വരെ ഇപ്പോൾ വി.ഡി. സതീശനായിട്ട് ഫ്ലെക്സുകൾ ഉയരുകയാണ്. നിലപാടുകളുടെ രാജകുമാരൻ, പട നയിച്ചവൻ നാട് നയിക്കട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് എല്ലാ ഫ്ലെക്സുകളിലും ഉള്ളത്. ക്ലിഫ് ഹൗസിന് തൊട്ടടുത്താണ്. ആരുടെയെങ്കിലും പേരിലാണോ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്? സുനിഷ. അരുൺ, നിലവിൽ ആരുടെയും പേരിലല്ല. ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതാ അങ്ങ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ വി.ഡി. സതീശനായുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ടത്. പ്രധാനമായും തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന് തൊട്ടടുത്ത് തന്നെ ഈ ഫ്ലക്സ് ബോർഡ് ഉയരുക എന്ന് പറയുന്നതിലും ഏറെക്കുറെ പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളടക്കം കോൺഗ്രസിൽ ഇങ്ങനെ സജീവമായി നടക്കുന്നതിനിടയിലാണ് ഈ ഫ്ലക്സ് ചർച്ചകളുമൊക്കെ പല ഭാഗങ്ങളിലും നടക്കുന്നത്. സാധാരണ മറ്റിടങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഈ ക്ലിഫ് ഹൗസിന് സമീപം വെച്ചിരിക്കുന്ന ഫ്ലക്സിലും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടുകളുടെ രാജകുമാരന് അഭിവാദ്യങ്ങൾ എന്ന് തന്നെയാണ് ഇതിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലക്സ് ബോർഡിൽ നേരത്തെ തന്നെ വി.ഡി. സതീശൻ തന്നെയാണ് കൂടുതൽ പേര്, വി.ഡി. സതീശനായി തന്നെയാണ് പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ കൂടുതലായും എത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ രമേശ് ചെന്നിത്തലക്കും കെ.സി. വേണുഗോപാലിനും ഒക്കെ ഫ്ലക്സ് ബോർഡുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലും വി.ഡി. സതീശനായുള്ള ഫ്ലക്സ് ബോർഡുകൾ തന്നെയാണ് പലയിടത്തും ഇങ്ങനെ സജീവമായി ഉയരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രധാനമായും ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ പരസ്യ പ്രതികരണമെല്ലാം ഇല്ലാതായതോടുകൂടി ഫ്ലക്സ് ആണ് നിലവിൽ ഇപ്പോൾ ആയുധമായി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പലയിടത്തും ഇത്തരത്തിൽ പട നയിച്ചവന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രിക്ക് എന്നതടക്കം പറഞ്ഞുകൊണ്ട് പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ ഇതാ ഇപ്പോൾ ക്ലിഫ് ഹൗസിന് തൊട്ടടുത്തായി ഒരുപക്ഷെ ഈ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയായി ഈ ക്ലിഫ് ഹൗസിലേക്ക് വി.ഡി. സതീശൻ തന്നെ വരുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട്. അതിനുവേണ്ടി കൂടി അതിനുള്ള ഒരു വി.ഡി. സതീശൻ അനുകൂലികളുടെ ഒരു ഫ്ലക്സ് ബോർഡ് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ക്ലിഫ് ഹൗസിന് സമീപവും വന്നിരിക്കുന്നു. നന്ദൻകോട് ജംഗ്ഷനിലാണ് ഈ ഫ്ലക്സ് ബോർഡ് ഉള്ളത്. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടുകളുടെ രാജകുമാരൻ അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ് ഈ ഫ്ലക്സിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നാട് നീളെ ഫ്ലക്സുകൾ വന്നിട്ടുണ്ട്. ഇനി ഏതായാലും നാളെ വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അപ്പോൾ അറിയാം ആര് ഭരിക്കും, ആരായിരിക്കും എന്നുള്ളതടക്കം വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അരുൺ. ഓക്കെ, താങ്ക് യു. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.